ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 31 ബുധനാഴ്ച ദിവസം 1199 കർക്കിടക മാസം 16 ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 9. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:41 നാളത്തെ തിഥി ഏകാദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച രാവിലെ 10:24 അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ 10:23 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രപ്രകാരമുള്ള സർവൈശ്വര്യ പൂജ ചെയ്യുന്നത് ബുധനാഴ്ച രാവിലെയാണ്. കാരണം ബുധനാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുക രോഹിണി നക്ഷത്രമാണ്. ചൊവ്വാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നാളത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമായതുകൊണ്ട് സർവൈശ്വര്യ പൂജ ചെയ്യുന്നത് ബുധനാഴ്ച ദിവസം രാവിലെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ദിവസം രാവിലെ 10:23 മുതൽ മകര നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. മകര നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 10:25 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അധ്യായത്തിൽ മകര നക്ഷത്രത്തെക്കുറിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൽ വയനാട് എന്ന് പറഞ്ഞ ജില്ലയിലെ ചില പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. 130-ൽ അധികം ആൾക്കാർ മരണപ്പെട്ടു. നമ്മളോട് അവർ വേർപിരിഞ്ഞു പോയി. അപ്പം അവരോടുള്ള ദുഃഖത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. പ്രകൃതി എപ്പോഴും നമ്മളെ സംരക്ഷിച്ചെന്ന് വരത്തില്ല. നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചില സമയത്ത് പ്രതികൂലമായി പോകും. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു സുരക്ഷിതമായി ഒരു ഭവനം ഉണ്ടാക്കുന്നതാണ് ഒരു മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആ ഭവനവും മനുഷ്യജീവിതവും നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന എല്ലാം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രകൃതിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രകൃതി ദുരന്തത്താൽ അവിടെയുള്ള 120-ലധികം ആൾക്കാർ നമ്മളെ വിട്ടുപോയി. അവരോടുള്ള ആദരസൂചകമായി ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് മഹാദേവ സ്പിരിച്വൽ എംപവർ എന്ന് പറയുന്ന എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, അതായത് ഈ യൂട്യൂബ് ചാനൽ കണ്ട് മഹാദേവ സ്പിരിച്വൽ എംപവർ എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി ദിവസവും സർവൈശ്വര്യ പൂജ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അവരവരുടെ നക്ഷത്രപ്രകാരം സർവൈശ്വര്യ പൂജയിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ഗ്രൂപ്പാണ് മഹാദേവ സ്പിരിച്വൽ എംപവർ എന്ന് പറയുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. അതിനു മുമ്പ് തന്നെ ഇതിലെ അംഗങ്ങളെല്ലാവരും രാവിലെ തന്നെ ഗുഡ് മോർണിംഗും ആത്മീയമായിട്ടുള്ള ഓരോ മെസ്സേജുകൾ എല്ലാവരും നൽകുന്നതാണ്. ഞാൻ രാവിലെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ മെസ്സേജ് ഇടുന്നത്. കാരണം ഞാൻ വെളുപ്പിനെ 5 മണിയാകുമ്പോൾ പൂജയ്ക്കൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആകുന്നത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഈ 8 മണി സമയത്ത് ഞാൻ എന്നും മെസ്സേജ് ഇടും. ഇന്ന് ഞാൻ ചൊവ്വാഴ്ച ദിവസം ഇട്ട മെസ്സേജ്: നമസ്കാരം, എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, ചൊവ്വയുടെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം കുജനുമായിട്ട് കൂടിച്ചേരുന്നു. ഇടവൻ രാശിയിൽ കൂടിച്ചേരുകയാണ്. ചന്ദ്രൻ ജലമാണ്, കുജൻ ബോംബാണ്, അഗ്നിയാണ്, പരാക്രമശാലിയാണ്, തീയാണ്. അങ്ങനെയുള്ള ഒരു വിവരണമൊക്കെ കൊടുത്ത് ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും സൂക്ഷിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, മഹാദേവനോട് പ്രാർത്ഥിക്കണം, ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ മെസ്സേജ് ഇട്ട്. ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഗ്രൂപ്പിലുള്ള 2 വ്യക്തികൾ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ സംബന്ധമായിട്ട് അഡ്മിറ്റാണ്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും ഓം നമ ശിവായ മന്ത്രം ചൊല്ലിയാണ് ആ സന്ദേശം അവസാനിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഉച്ചയോടുകൂടിയാണ് ടി വിയിൽ കണ്ടത് ഇങ്ങനെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടി വലിയൊരു നാശനഷ്ടമുണ്ടായി. സന്ധ്യയായപ്പോൾ അറിയുന്നു 100-120 ആൾക്കാർ മരണപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി, ഒലിച്ചു പോയെന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ മനുഷ്യ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു, ഈ പ്രകൃതി എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് ജ്യോതിഷപരമായി പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും വിശ്വസിക്കത്തില്ല. അവർ ശാസ്ത്രത്തിൻ്റെ അറിവിൽ അതൊരു ഭൂതക്കണ്ണാടി വെച്ചോ സൂക്ഷ്മദർശിനി മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞാൽ അംഗീകരിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ മനുഷ്യർക്കുള്ള അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിയെക്കുറിച്ചുള്ളത് അങ്ങനെ പറയാറില്ല. അത് പേഴ്സണലായിട്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കുജനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ ഇന്നത്തെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നു, ബുധനാഴ്ച രാത്രി 9:50 വരെ ഈ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അത് വിശദീകരിക്കാനാണ് ഞാനിത് പറയുന്നത്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇടവൻ രാശി വിടുന്നത് ബുധനാഴ്ച രാത്രി 10:23 ബുധനാഴ്ച രാത്രി 10:23 ചന്ദ്രൻ ഇടവൻ രാശി വിടുന്നത്. കാരണം രോഹിണി നക്ഷത്രം ബുധനാഴ്ച രാവിലെ 10:23 അവസാനിച്ചാലും മകയിര നക്ഷത്രത്തിൻ്റെ 2 പാദങ്ങൾ ഈ ഇടവക്കൂറിലുണ്ട്. ആ 2 നക്ഷത്രപാദവും കടന്നു കഴിഞ്ഞാണ് ചന്ദ്രൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച രാത്രി 9:50 വരെയും സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി ഈ നമ്മുടെ അധ്യായത്തിലേക്ക് പതിവ് പോലെ നമുക്ക് കടക്കാം. നാളത്തെ ദിവസം അനുകൂലവും പ്രതികൂലവും പറയുന്നത് മകയിര നക്ഷത്രപ്രകാരമാണ്. കാരണം രോഹിണി നക്ഷത്രം ബുധനാഴ്ച ദിവസം രാവിലെ 10:23 കൊണ്ട് അവസാനിക്കും. കഴിഞ്ഞ അധ്യായത്തിൽ രോഹിണി നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മകയിര നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമാണ് പറയുന്നത്. സർവേശ്വര പൂജ, രോഹിണി നക്ഷത്രപ്രകാരമുള്ള സർവേശ്വര പൂജ ബുധനാഴ്ച ദിവസം രാവിലെയാണെന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ മകയിര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഭരണി, രേവതി, കാർത്തിക, അവിട്ടം, ചതയം, അത്തം, ചിത്തിര ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകയിര നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത്, അതായത് ബുധനാഴ്ച രാവിലെ 10:23 മുതൽ വ്യാഴാഴ്ച രാവിലെ 10:25 വരെയുള്ള സമയമാണ് മകയിര നക്ഷത്ര സമയം. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് പൂരം, ചോതി, പുണർദം, ആയില്യം ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാർ വളരെ സൂക്ഷിക്കണം, ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പോൾ ഈ നാളുകാർക്കാണ് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ചിലരൊക്കെ എന്നെ വിമർശിക്കാനിടയുണ്ട്. ഇപ്പം വയനാട്ടിൽ ഈ പ്രതികൂലമായ ആൾക്കാർ മാത്രമാണോ നഷ്ടപ്പെട്ടു പോയതെന്നൊക്കെ ചിലർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, പറയരുത്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നത്. ഒരു പ്രദേശത്തെ മാത്രമായിട്ടാണ് അവിടെ വേർതിരിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. അല്ലാതെ മനുഷ്യരെ മാറ്റിയല്ല, ഒരു പ്രദേശമാകെ അവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് നമ്മളാരും അങ്ങനെ വിമർശിച്ച് കമൻ്റ് ഇടരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ആയുസ്സും അതുപോലെ തന്നെ ഈ പ്രകൃതിക്ക് ഒരുപാട് കാര്യങ്ങൾ തീരുമാനമുണ്ട്. പ്രകൃതിക്ക് ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമുണ്ട്. അതെല്ലാം ഒന്നും നമ്മൾ സവിസ്തരം പ്രതിപാദിച്ച് ചിന്തിക്കാനൊന്നും ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് അതങ്ങനെ വാസ്തുശാസ്ത്രപരമായൊക്കെ അങ്ങനെ ചില പ്രദേശങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും. അത് ഏത് പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നത് വാസ്തുശാസ്ത്രമായിട്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ജലാശയമുണ്ടെങ്കിൽ അതൊരു മലയാകട്ടെ, ആ മലയുടെ വടക്ക് കിഴക്കേ ഭാഗത്ത് ജലാശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജലസ്വാധീനമുണ്ടെങ്കിൽ അവിടെ ആ പ്രദേശം ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാകത്തില്ല. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു കുന്നിൻ്റെ തെക്കു ഭാഗത്ത് അല്ലെങ്കിൽ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ജലസാന്ദ്രത ഉണ്ടെങ്കിൽ ആ മലയിലാണ്, അങ്ങനെയുള്ള മലയിലാണ് അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടാൻ സാധ്യത.
കാരണം അവിടെ ഈ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ കിടപ്പനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജലം എപ്പോഴും ഒഴുകുന്നത് വടക്ക് കിഴക്കോട്ട് വടക്കോട്ടും ഒക്കെയാണ് ഒഴുകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചില പ്രദേശങ്ങളിലെ നീരൊഴുക്ക് വരുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ നീരൊഴുക്ക് ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ ജലം കെട്ടിക്കിടക്കുന്നതും ആ ജലമാണ് പിന്നീട് ഉരുൾപൊട്ടലായിട്ട് മാറുന്നതുമൊക്കെ. അത് കൂടുതൽ സാധ്യതയുള്ളത് എപ്പോഴും ചില മലകളുടെ തെക്ക് വശത്ത് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെയാണ് ജലസാന്ദ്രത വരുന്നത് കൊണ്ടാണ് അങ്ങനെ. തെക്ക് കിഴക്ക് ഭാഗത്ത് ജലസാന്ദ്രത വന്നാൽ അത് ചൂടുകൊണ്ട് സൂര്യൻ്റെ ചൂട് കൊണ്ട് അവിടെ വെള്ളം നിൽക്കത്തില്ല. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. ചിലപ്പോൾ വടക്ക് കിഴക്ക് നിന്നും സൂര്യൻ ഉദിക്കും. അത് ദക്ഷിണായനത്തിലും ഉത്തരായനത്തിലും അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സൂര്യൻ തെക്ക് വശത്തുകൂടിയാണ് കറങ്ങി വരുന്നത്. അങ്ങനെ വരുമ്പോൾ തെക്ക് പടിഞ്ഞാറേ ഭാഗങ്ങളിലേക്കാണ് നീരൊഴുക്കെങ്കിൽ ആ ഭാഗത്തെ ജലം സൂര്യൻ്റെ ചൂട് കൊണ്ട് വറ്റിപ്പോകാതെ വരുന്നു. അവിടെ വലിയൊരു ജലാശയമായി മണ്ണിനടിയിൽ സൃഷ്ടിക്കപ്പെട്ട് അങ്ങനെയാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത്. അത് വാസ്തുശാസ്ത്രപരമായി അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അനുകൂലവും പ്രതികൂലവും പറഞ്ഞപ്പോൾ നാളെ എനിക്കൊരു കമൻറ്റ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. അത് നമ്മൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നടക്കുന്ന പ്രദേശത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. ആ ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഒന്നുകിൽ അത് തെക്ക് ചെരിഞ്ഞ ഭൂമിയായിരിക്കും, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ ഭൂമിയായിരിക്കും. ഒരിക്കലും ഒരു ഭൂമിയുടെ അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ കിണറിനുള്ള ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് വടക്കിഴക്കേ മൂലയാണ്. അതാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം. അവിടെയാണ് ജലം വേണ്ടിയത്. അവിടെ കിണർ കുത്തി ഒരു വീട് വെച്ചാൽ വളരെ ഐശ്വര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശത്ത് ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ കൂടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത് നാളത്തെ ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശുഭസമയം നോക്കി ചെയ്യുക. രാവിലെ 6:17 മുതൽ 10:47 വരെ ശുഭസമയമുണ്ട്. പിന്നീട് 11:36 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമുണ്ട്. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 1:47 മുതൽ 3:17 വരെയും ശുഭസമയമുണ്ട്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നല്ല സമയം നോക്കി തന്നെ ചെയ്യുക. ഒരു സംതൃപ്തിയോടുകൂടി ജീവിക്കുക. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് മാറ്റപ്പെടാവുന്നവരാണ്. എങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് പതിവ് പോലെ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാജ്യോതിഷമാണ്. സംഖ്യാജ്യോതിഷം നാളത്തെ തീയതി വെച്ചാണ് പറയുന്നത്. 31 എന്നുള്ള തീയതി വെച്ചാണ് പറയുന്നത്. ഏതൊരു മാസത്തെയും 4, 13, 22 എന്നീ തീയതികളിൽ, അതായത് 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 4 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ ഇടയുള്ളത്. നാളത്തെ ദിവസം മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം മഞ്ഞ, നീല, ഇളനീല വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്ക് നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്രകാരം ചെയ്യുക. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യയാണ് 4 വരുന്നത്. അപ്രകാരമുള്ളവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധകമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുപോലെ തന്നെ മഹാദേവ സ്പിരിച്വൽ എംപവർ എന്ന് പറയുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുള്ളവർ ഇതിൽ അംഗമാകുക. സർവൈശ്വര്യ പൂജയിൽ പങ്കുചേരുക. അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ ഗ്രൂപ്പിൽ അംഗമാകും. അവരുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു.
അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ്. നാളെക്കുറിച്ചുള്ളൊരു അറിവാണ് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പങ്കുവച്ചത്. മഹാദേവൻ തന്ന ഒരു ചിന്തയാണ്, അത് ഞാൻ പങ്കുവച്ചു. അപ്പോൾ നാളെക്കുറിച്ചുള്ള ഒരു അറിവായിട്ട് നമുക്ക് നക്ഷത്രങ്ങളുടെ സ്ഥിതി, ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നമുക്ക് എന്താണെന്ന് അനുഭവം എന്നുള്ളത് നോക്കാം. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. നാളെ ചന്ദ്രന് കാര്യമായ സ്വാധീനമില്ല. ചന്ദ്രൻ അകപ്പെട്ട് നിൽക്കുകയാണ്, ബലമില്ലാത്തൊരവസ്ഥയിലാണ്. അമാവാസ്യയോട് അടുക്കുമ്പോൾ ചന്ദ്രന് ബലമില്ല, ക്ഷീണചന്ദ്രനാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ ബുധൻ നിൽക്കുന്നത് എവിടെയാണ്? ബുധൻ നിൽക്കുന്നത് ചിങ്ങം രാശിയിലാണ്. ചിങ്ങം രാശിയിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിന്നാൽ എന്താണ് ഫലം? ചിങ്ങം രാശിയിൽ ബുധൻ നിന്നാൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ബുധൻ നിൽക്കുന്നത് ഒരു പാപക്ഷേത്രത്തിലാണ്. ബുധനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പാപഗ്രഹത്തോട് ചേർന്നാൽ ബുധൻ എന്ന് പറയുന്ന ശുഭഗ്രഹം പാപഗ്രഹമായി മാറും. പാപക്ഷേത്രത്തിൽ നിന്നാലും പാപഗ്രഹമായി മാറും. അപ്പോൾ ഇവിടെ ബുധൻ നിൽക്കുന്നത് ചിങ്ങൻ രാശി, സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയിലാണ്. അത് പാപക്ഷേത്രമാണ്, സൂര്യൻ ശുഭഗ്രഹമല്ല. അപ്പോൾ അവിടെ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ബുധൻ പാപക്ഷേത്രമായി മാറി പാപഫലങ്ങളാണ് കൊടുക്കുക, വലിയ നേട്ടങ്ങളൊന്നും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്ന സുഖാനുഭവങ്ങൾ കുറയും, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര വിജയമുണ്ടാകണമെന്നില്ല, അതുപോലെ തന്നെ സമ്പത്തിൻ്റെ സ്ഥിതി മോശമാകും എന്നൊക്കെ ജ്യോതിഷം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ അനുഭവം എന്താണെന്ന് നോക്കാം. നാളത്തെ ദിവസം അവരുടെ 5ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണ ഭാവമാണ്, നല്ല ഭാവമല്ലേ? പക്ഷെങ്കിൽ ഭാവം കൊണ്ട് നല്ലതാണ്. നിൽക്കുന്ന സ്ഥാനം ഏതാണ്? ബുധൻ നിൽക്കുന്നത് പാപക്ഷേത്രത്തിലാണ്. അപ്പോൾ നാളെ ഇവർക്ക് ധനനേട്ടം ഉണ്ടാകുമോ? ഇല്ല. സുഖാനുഭവങ്ങൾ വർദ്ധിക്കുമോ? ഇല്ല. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് വിജയിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാത്തിലും നാളെ കുറഞ്ഞ അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഈ ബുധനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ബുധൻ്റെ കേന്ദ്രഭാവത്തിൽ ബുധനെ ശത്രുവായിട്ട് കാണുന്ന ഒരു ഗ്രഹം കൂടി നിൽക്കുന്നു. അതും ഒരു റിമാർക്കാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളത്തെ ദിവസം ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ധനപരമായും വേണ്ടത്ര നല്ല അനുഭവം വന്നു ചേരണമെന്നില്ല, സുഖാനുഭവങ്ങൾ വർദ്ധിക്കണമെന്നില്ല, സമ്പത്ത് വർദ്ധിക്കണമെന്നില്ല. പിന്നെ നാളെ എന്തുണ്ടാകും? പെൺമക്കളാലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം, ബന്ധുക്കളാലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മന്ത്രതന്ത്രങ്ങളിൽ പ്രാവീണ്യമുള്ളവർക്ക് അതനുസരിച്ചുള്ള കഴിവുകളൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ദൈവഭക്തി വർദ്ധിക്കും, ഗുരുഭക്തിയും വർദ്ധിക്കും. പക്ഷെങ്കിൽ ഈ സുഖാനുഭവ യോഗങ്ങൾ വർദ്ധിക്കത്തില്ല, ധനപരമായ സ്ഥിതി വർദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ വിജയം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും ഇടവക്കുറുകാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരെക്കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ 4ാം ഭാവത്തിലാണ്, കേന്ദ്രഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ബുധൻ നിൽക്കുന്നത് പാപക്ഷേത്രത്തിലാണ്. അപ്പോൾ ഒരു ശുഭക്ഷേത്രത്തിൽ നിൽക്കുമായിരുന്നെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം ധനം, വാഹനം, കീർത്തി, പ്രശസ്തി, അംഗീകാരം ഒക്കെ വന്നു ചേരും. ബന്ധുക്കളെ കൊണ്ടുള്ള വലിയ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ ബുധൻ ഇതുപോലെ ഒറ്റയ്ക്ക് തനിച്ച് നിൽക്കുകയാണെങ്കിൽ സുഖവും സൗഭാഗ്യവും ഒക്കെ വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ നാളത്തെ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഗണ്യമായ വർധനവുണ്ടാകത്തില്ല, അല്ലെങ്കിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സർക്കാർ തലത്തിലുള്ളവർക്ക് ബുധൻ 4-ൽ നിന്നാൽ ഉന്നത സ്ഥാനത്തേക്ക് അവർ എത്തിച്ചേരും, പ്രമോഷൻ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നാളത്തെ ദിവസം അതിന് സാധ്യത കുറവാണ്. ഏറെക്കുറെയുള്ള നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ അവർക്ക് വന്നു ചേരുന്ന ദിവസമല്ല. അപ്പോൾ ധനം, വാഹനം, കീർത്തി, പ്രശസ്തിയൊക്കെ അവർക്ക് നാളത്തെ ദിവസം കാര്യമായി പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. സുഖാനുഭവങ്ങളൊക്കെ അവർക്ക് വർദ്ധിച്ചു വരുന്നൊരു ദിവസമല്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ശരാശരി ഒരു ആവറേജ് രീതിയിൽ നാളത്തെ ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാരെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ 3ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ബുധൻ അത്
പാപഗ്രഹത്തിലാണ് നിൽക്കുന്നത്. പാപക്ഷേത്രം, അതായത് പാപഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും, സന്യാസ ജീവിതം നയിക്കും, ദാമ്പത്യ ജീവിതത്തിന് വിരക്തി തോന്നും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കുറവ് വരും. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടിയാണ് അവർ ജീവിതം കടന്നു പോവുക. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും സൂത്രബുദ്ധിയിൽ കൂടി പണം അവർ തട്ടിയെടുക്കുന്ന സ്വഭാവക്കാരായി മാറും. അതുപോലെ തന്നെ അവർ കച്ചവടക്കാരായി മാറും. കച്ചവടക്കാർക്കൊക്കെ നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. എന്നിരുന്നാലും മറ്റുള്ളവർക്ക്, കച്ചവട മേഖലയിൽ ഇല്ലാത്തവർക്ക് നാളത്തെ ദിവസം പരാജയങ്ങളുടെ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവരുടെ പ്രധാനമായിട്ടും അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും വന്നു ചേരുക. പലവിധത്തിലുള്ള ക്ലേശങ്ങളും, ദാമ്പത്യ പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ധനപരമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങൾ വരാതിരിക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനിയും കർക്കിടകക്കൂറുകാരെ കുറിച്ച് ചിന്തിക്കാൻ, കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല ഭൂയമായില്ല നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഒരുപാട് ഗുണഗണങ്ങൾ ഈ ജാതകർക്ക് കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇത് കിട്ടുമോ? കിട്ടത്തില്ല. എന്താണ് കാരണം? ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങം രാശിയിലാണ് നിൽക്കുന്നത്. ചിങ്ങൻ രാശിയാണ് കർക്കിടകക്കൂറുകാരുടെ 2-ാം ഭാവം. അത് ശുഭക്ഷേത്രമല്ല. ബുധൻ അവിടെ ശുഭനായിട്ടല്ല നിൽക്കുന്നത്. നേരെ മറിച്ച് ഈ ബുധൻ 2-ാം ഭാവം കന്നിരാശിയായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് ഗുണഗണങ്ങൾ ലഭിച്ചതിനും വിനയമുള്ളവരായി മാറും, വിദ്യയുള്ളവരായി മാറും, അതുപോലെ തന്നെ ധനമുള്ളവരായി മാറും, ബുദ്ധിമാന്മാരായി മാറും, വാഗ്മിയായി മാറും. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുള്ളവരായി മാറും. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനാണ് 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 2-ാം ഭാവം, കുടുംബഭാവം, ധനഭാവത്തിനൊക്കെ നാളത്തെ ദിവസം ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും വന്നു ചേരുകയില്ല. സാധാരണ ഉള്ള ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതല്ലാതെ വലിയ മെച്ചമൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് ബുധൻ അവരുടെ ജന്മഭാവത്തിലല്ലേ ലഗ്നഭാവത്തിൽ, ചന്ദ്രൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ബുധൻ നിന്നാൽ ഈ നാളുകാർ സൂത്രശാലികളായി മാറുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇവർക്കൊരു നേട്ടം എന്താ വെച്ചാൽ മറ്റാരുടെയും തട്ടിപ്പിന് ഇവർ വിധേയമാകാതെ ഇവർ സ്വന്തം ബുദ്ധിയാൽ ആ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇവർ ചാതുര്യവും മാധുര്യവുമുള്ള വാക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നവരാണ്, കലാവാസന ഉള്ളവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ബുധൻ്റെ കേന്ദ്രഭാവങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദോഷഭാവങ്ങളിലോ ഉള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങളൊന്നും ഇവർക്ക് ബാധിക്കാത്ത വിധത്തിൽ ബുധൻ ഈ നാളുകാരെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്രകാരം നാളത്തെ ദിവസം ബുധനെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറിൽ നിൽക്കുന്ന ബുധൻ, ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖമോ ധനമോ സുഖാനുഭവങ്ങളോ ഒന്നും വർദ്ധിച്ച രീതിയിൽ കൊടുക്കുകയില്ല. സാധാരണ ഒരു രീതിയിൽ തന്നെ കടന്നു പോവുകയുള്ളൂ. അതിൻ്റെ കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായിട്ട് പാപക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെ കാര്യമായ നേട്ടം ഉണ്ടാകണമെങ്കിൽ ബുധൻ ഒരു ശുഭഗ്രഹമായി ജന്മഭാവത്തിൽ അല്ലെങ്കിൽ ചന്ദ്രലഗ്നത്തിൽ നിന്നാൽ അവർ സൂത്രശാലികളായി മാറും. ആരുടെയും തട്ടിപ്പിന് അവർ ഇരയാകത്തില്ല. അതുപോലെ തന്നെ ചാതുര്യവും മാധുര്യവുമുള്ള വാക്കുകൾ കൊണ്ട് അവർ സംസാരിക്കും, ആരെയും വശത്താക്കും, കലാവാസനയുള്ളവരാകും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവർ ഉള്ളവരായി മാറും. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് മേൽപ്പറഞ്ഞ ഗുണഗണങ്ങൾ അത്യധികമായി വർദ്ധിച്ച നിലയിലൊന്നും വന്നു ചേരുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറുകാരുടെ കാര്യം നോക്കാം. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് സർക്കാർ ജോലിക്കാരെ ഞാനങ്ങനെ മാറ്റി നിർത്തുകയാണ്. സ്ഥിര വരുമാനവും സ്ഥിര ജോലിയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. കാരണം ഈ കന്നിക്കൂറുകാരുടെ 10-ാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ, തൊഴിൽ ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. സ്ഥിര ജോലിയും സ്ഥിര വരുമാനമുള്ളവർക്ക് അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടും. എന്നാൽ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ബുധൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. 12-ാം ഭാവം പാപക്ഷേത്രമാണ്. അപ്പോൾ പാപക്ഷേത്രത്തിൽ പാപനായിട്ട് നിൽക്കുന്ന ബുധൻ ഈ നാളുകാർക്ക് സുഖവും ധനവും ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകും. ധനമുണ്ടാകത്തില്ല, ബന്ധുക്കളുടെ ഗുണമുണ്ടാകത്തില്ല, ദാരിദ്ര്യം അനുഭവിക്കും, ടെൻഷൻ അടിക്കും നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. നേരെ മറിച്ച് ഈ 12-ാം ഭാവം ഒരു ശുഭക്ഷേത്രമായിരുന്നെങ്കിൽ ഈ നാളുകാർ ആദരിക്കപ്പെടുന്നൊരു ദിവസവുമായി മാറിയനെ. പക്ഷെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. നാളെ ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ സ്ഥിര ജോലിയും സ്ഥിര വരുമാനവും ഇല്ലാത്തവരെ സംബന്ധിച്ച് പണത്തിന് ബുദ്ധിമുട്ടും ടെൻഷൻ അടിക്കും, ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും
ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ ധനപരമായ വിഷയങ്ങളിലുള്ള ചീറ്റിങ്ങൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ബുധൻ അവരുടെ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം വാരിക്കോരി ലാഭം കൊടുക്കേണ്ടതാണ്. പക്ഷേ ബുധൻ കൊടുക്കുമോ? ഇല്ല. കാരണം ബുധൻ പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. ഒരു ശുഭഗ്രഹമായിട്ട് 11ാം ഭാവത്തിൽ നിന്നാൽ ഒരുപാട് നേട്ടങ്ങൾ അവരെ തേടി വന്നതിനെ, അവരുടെ പുറകെ വന്നു ചേർന്നതിനെ. ഇവിടെ ബുധൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണെങ്കിലും ബുധൻ ഒരു പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ബുധൻ ഒരു പാപഗ്രഹമായി 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഏകദേശമൊക്കെ കാര്യമായ നേട്ടം. പാപഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് 3, 6, 11. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ 11ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഉണ്ടാവും? 11ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല ശരീരകാന്തി കൊടുക്കും, സുഖവും ധനവും ഉള്ളവനാക്കി മാറ്റും. ഉദ്യോഗം കൊണ്ടോ കച്ചവടം കൊണ്ടോ അവന് ധനം സമ്പാദിക്കാൻ പറ്റുന്നതാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇത്രയും നേട്ടം കിട്ടുമോ? ഇല്ല. എന്താണ് കാരണം? ഈ തുലാക്കൂറിൻ്റെ അധിപനായ ശുക്രൻ ഈ ബുധൻ്റെ 12ാം ഭാവത്തിൽ ശത്രുതയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും കാര്യമായി ഈ നാളുകാർക്ക് നാളത്തെ ദിവസം വന്നു ചേരണമെന്നില്ല. എങ്കിലും ഏറെക്കുറെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറുകാരുടെ കാര്യമെടുക്കാം. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനിടം കേട്ട നാളുകാരെ സംബന്ധിച്ചുള്ള ആൾക്കാർ വക്കീലന്മാരുണ്ടെങ്കിൽ വക്കീലന്മാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. അപ്പം വക്കീലന്മാർക്ക് നാളത്തെ ദിവസം കേസ് വാദിച്ചാൽ വിജയിക്കാൻ പറ്റും. ഏറെക്കുറെ ഒരു 80% വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ്. ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഈ നാളുകാരുടെ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 10ാം ഭാവം ഒരു ശുഭക്ഷേത്രമായിരുന്നെങ്കിൽ അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭനായിരുന്നെങ്കിൽ ഇവർക്ക് കേസിൽ പൂർണ്ണ വിജയം ഇവർക്കുണ്ടായേനെ. പക്ഷെങ്കിൽ 10ാം ഭാവം പാപക്ഷേത്രമായി ബുധൻ നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ഈ വക്കീലന്മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കവിത എഴുതുന്ന കവികൾക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. സാഹിത്യകാരന്മാർക്ക് അനുകൂലമാണ്. കണക്ക് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അവർക്ക് ഒക്കെ സമ്പത്തും സുഖവും ഏറെക്കുറെ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ് ഈ മേഖലയിലുള്ളവർക്ക്. അല്ലാത്തവർക്കൊരു സാധാരണ ജീവിതാനുഭവം പോലെ തന്നെ നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 9ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ത്രികോണ ഭാവത്തിലാണ് നിൽക്കുന്നത്. ത്രികോണ ഭാവത്തിൽ ഒരു പാപഗ്രഹം നിന്നാലും ശുഭഗ്രഹം നിന്നാലും എല്ലാം ഒരേ അനുഭവം തന്നെയാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് ധനം, കീർത്തി, അതുപോലെ തന്നെ നേട്ടമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നാളത്തെ ദിവസം ഈ നാളുകാർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്. അവർക്ക് ഉചിതമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ അവർ സാമർഥ്യം കാണിക്കും എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരുടെ കാര്യം ചിന്തിക്കാം. അവരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ഏത് ഗ്രഹവും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അപ്രകാരം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ കഷ്ടത്തെ കൊടുക്കുകയില്ല, വലിയ ദോഷമൊന്നും ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ബുധൻ്റെ ദിവസമാണ്. അപ്പോൾ ബുധൻ്റെ ദിവസമായിട്ട് ബുധൻ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. എങ്കിലും ധനപരമായ വലിയ നേട്ടമൊന്നും തൊഴിൽഗുണമൊന്നും പ്രതീക്ഷിക്കേണ്ട ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലരെ സംബന്ധിച്ച് കടം കൊടുത്തു തീർക്കാൻ പറ്റും, ചിലരെ സംബന്ധിച്ച് കടം മേടിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക. ഏറെക്കുറെ മെച്ചമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതല്ലാതെ ദോഷമൊന്നും കാര്യമായിട്ട് നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയില്ല. ദോഷം വരുന്നത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം ദോഷം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ ശനിയാഴ്ച ആ കാര്യം പറയാൻ മറന്നുപോയെങ്കിൽ അതിനെക്കുറിച്ചും ഇപ്പം പറഞ്ഞേക്കാം. ശനിയാഴ്ച ദിവസം ഈ മകരക്കൂറുകാരുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി പോകുന്നത് 7ാം ഭാവത്തിലേക്കാണ്, ചിങ്ങൻ രാശിയിലേക്കാണ്. ചിങ്ങൻ രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ ക്ഷേത്രമാണ്. സൂര്യൻ ശത്രുക്കളാണ്. അപ്പോൾ അങ്ങനെ ശത്രു ക്ഷേത്രത്തിലേക്ക് ദൃഷ്ടി പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ബുധൻ നമുക്ക് ദോഷം ചെയ്യും. അത് ശനിയാഴ്ച ദിവസമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ അനർത്ഥങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ 7ാം ഭാവത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ നല്ലതാണോ അല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. 7ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ വിദ്യ കൊണ്ട് നേട്ടം ഉണ്ടാകും, വിജ്ഞാനം ഉണ്ടാകും, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകും, സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നവരായി മാറും, ധാരാളം ധനം വന്നു ചേരും. അപ്പോൾ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ജ്യോതിഷം പറയുന്നു 7ാം ഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തനിച്ച് നിന്നാൽ ദോഷമാണ്. മാത്രമല്ല ഈ ബുധനെ ഏതെങ്കിലും ഒരു പാപഗ്രഹം വീക്ഷിച്ചാലും അത് ദോഷം ചെയ്യും. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അങ്ങനെ ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിൽ പോലും
ഈ വരുന്ന ശനിയാഴ്ച ശനി ഇവരുടെ ജന്മഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ബുധനെ വീക്ഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ശനിയുടെ ദിവസത്തിൽ സ്വന്തം ശക്തി ഉപയോഗിച്ച് വീക്ഷിക്കുമ്പോൾ പാപഗ്രഹമാണ് വീക്ഷിക്കുന്ന അന്നത്തെ ദിവസം ഈ നാളുകാരായിട്ടുള്ളവർക്ക് ആപത്തനർത്ഥങ്ങളോ രോഗങ്ങളോ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പാപഗ്രഹം വീക്ഷിക്കുന്നത് പാപഗ്രഹത്തിന് ശക്തിയുള്ള ദിവസമായിരിക്കണം, സ്വാധീനമുള്ള ദിവസമായിരിക്കണം. അത് ശനിയാഴ്ച ദിവസമാണ് ശനി വീക്ഷിക്കുന്ന ദിവസം. അപ്പോൾ മകരക്കൂറുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങൾ വരുന്നത് പോലെ ഈ കൂറുകാർക്കും സംഭവിക്കാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മരണം എന്ന് കേട്ട് ആരും ഭയപ്പെടരുത്. മരണം എന്ന് പറയുന്നത് ആയുർദൈർഘ്യം അനുസരിച്ചാണ്. ആയുർദൈർഘ്യമുള്ളവർക്ക് ആയുസ്സുണ്ടാകും, ആയുർദൈർഘ്യമില്ലാത്തവർക്ക് ആയുസ് കുറയും എന്നിങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ വിദ്വാനാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 6ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ 6ാം ഭാവമായിട്ട് അല്ലെങ്കിൽ 6ാം ഭാവം ഒരു ശുഭക്ഷേത്രമായിട്ട് ബുധൻ നിന്നാൽ ആ ജാതകൻ വിദ്വാനാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർ ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ ബന്ധുക്കൾക്ക് ഇവർ യാതൊരു ഗുണവും ചെയ്യാത്തവരായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മുൻകോപം ഉണ്ടാകും, കലഹത്തിലാകപ്പെടും, വ്യവഹാരത്തിൽ കേസിലും പ്രശ്നങ്ങളിലും ഒക്കെ അകപ്പെടും, പൂർവ്വസ്വത്തുക്കൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ച് കടക്കാരനായി മാറും. അപ്പോൾ 6ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം, ദുഃഖം, കടം എന്നീ അവസ്ഥകളുടെ ഭാവമാണ് 6ാം ഭാവം. അപ്പോൾ 6ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ഈ ജാതകൻ 6ാം ഭാവം ശുഭക്ഷേത്രമായി ബുധൻ നിന്നാൽ ഈ ജാതകൻ വിദ്വാനാകും. അല്ലാത്ത പക്ഷം അവരെന്ത് അനുഭവിക്കും? അവർ കടക്കണിയിലാകപ്പെടും, കേസിലൊക്കെ അകപ്പെടും, അതുപോലെ തന്നെ മുൻകോപത്തിലാകപ്പെടും. അങ്ങനെ ദൂർത്ത് അടിച്ച് ചെലവഴിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം മീനക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.